പ്രൈസലോ. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹ വന്ദനം. കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി ദാനമായി തന്നു. ആ കർത്താവിനോടുള്ള കൂടെയുള്ള ജീവിതം എത്ര ഭാഗ്യകരമാണ്. ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയാണ് അവൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ആ സന്തോഷം അനുഭവിക്കുന്നവരായ യഥാർത്ഥ ദൈവമക്കൾ. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയങ്ങളൊക്കെ എത്രയോ വിലപ്പെട്ടതാ. നമ്മൾ ഈ സമയത്തെ എങ്ങനെ കാണണം? നിത്യതയെക്കുറിച്ചുള്ള അറിവ് പ്രാപിപ്പാൻ നമ്മൾ ഓരോ ദിവസങ്ങളും നിങ്ങൾക്കറിയാം, മോശയുടെ ഒരു പ്രാർത്ഥന എന്തായിരുന്നു? 90-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാം വാക്യം, ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഈ സമയങ്ങൾ, ഈ ദിനങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ഈ ആയുസ് വളരെ അല്പമേ ഉള്ളൂ. അതുകൊണ്ട് ഈ അല്പകാലം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട ചില ആഗ്രഹങ്ങളെ കുറിച്ചാണ് അല്ലേ. നമുക്ക് ചിലർക്കൊക്കെ എനിക്ക് ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, അല്ലെങ്കിൽ എനിക്ക് ഒരു വലിയൊരു സയന്റിസ്റ്റ് ആകണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട്. നമ്മൾ ആഗ്രഹിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിക്കുക. അങ്ങനെ ആഗ്രഹമാണോ നമ്മളെ ഭരിക്കുന്നത്? കാരണം നമുക്ക് എന്ത് ആഗ്രഹമുണ്ടോ അതിലേക്കായിരിക്കും നമ്മുടെ എപ്പോഴും ചായ്വ്. തിരുവചനത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. ഒന്നാമത് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് 84-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യമാണ്. 84-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. ഓ, എത്ര വിലപ്പെട്ട കാര്യമാണ്. ഒരു ഭക്തൻ പറയുകയാണ്, എൻ്റെ ഉള്ളം ദൈവത്തിൻ്റെ പ്രാകാരങ്ങളെ. നിങ്ങൾക്കറിയാം, സമാഗമന കൂടാരത്തിൽ 3 ഭാഗങ്ങളാണ്. 1 പ്രാകാരം, 2 വിശുദ്ധ സ്ഥലം, 3 അതിവിശുദ്ധ സ്ഥലം. നമ്മളത് ചിന്തിച്ചേ. അന്ന് സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ യഹൂദന്മാർക്ക് ഈ പ്രാകാരത്തിലേ പോകാൻ പറ്റും. ലേവ്യരായിരിക്കുന്ന പുരോഹിതന്മാർക്ക് വിശുദ്ധ സ്ഥലം വരെ പോകണം. എന്നാൽ വർഷത്തിൽ ഒരിക്കൽ മഹാപുരോഹിതന് അതിപരിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിന് അടുക്കൽ പോകാം. നമ്മൾ ചിന്തിക്കണം. അപ്പം ഇവിടെ നമ്മൾ വായിക്കുന്നത് കുറെ പുത്രന്മാർ പറയുകയാണ്, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. അപ്പോൾ ആ പ്രാകാരത്തിലായിരിക്കും. അതിന്റെ 10-ാം വാക്യം വളരെ വിശിഷ്ടമായൊരു വാക്യമാണ്. ഞാൻ വായിക്കാം: നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുന്ന ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. എനിക്ക് ഏറെ ഇഷ്ടം. ഓ, എത്ര വിലപ്പെട്ട കാര്യമാണ്. നമ്മൾ ചിന്തിക്കണം. ദൈവ സാന്നിധ്യ ബോധം, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മനോഹാരിത. ഇവിടെ കോരവപുത്രന്മാര്, നമുക്കറിയാവുന്നൊരു കാര്യം, അവരുടെ തന്നെ ഒരു പാട്ടാണല്ലോ 42-ാം സങ്കീർത്തനം. അവിടെ അവരെന്താ പറയുന്നത്? കോരവപുത്രന്മാർ തന്നെ പാടുന്ന ഒരു ധ്യാനമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് 42-ാം സങ്കീർത്തനം അതിന്റെ 1-2 വാക്യം ഞാൻ വായിക്കാം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ. ഉണ്ടോ? ഈ മാൻ എപ്പോഴാണ് നീർത്തോടുകളിലേക്ക് പോകാൻ കാംക്ഷിക്കുന്നത്? അതിന് ദാഹിക്കുമ്പോഴാണ്. നോക്കുക, മാനിന് ദാഹമുണ്ടായാൽ അത് വെള്ളം തേടി ഓടും, കണ്ടെത്തും വരെ ഓടും. ഇതുപോലെ കോരവപുത്രന്മാർ തൻ്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള ആ ദാഹം പറയുക. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാവും. ഓ, എത്ര വലിയ ദാഹം! ഒരിക്കലെങ്കിലും ഈ ദാഹം ഉണ്ടായിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ട ദൈവത്തിലേ, നീ രക്ഷിക്കപ്പെട്ടെന്നല്ലേ പറയുന്നേ. എന്നാൽ നിനക്ക് ഇങ്ങനെയുള്ള ദാഹമുണ്ടോ? ഇപ്പോഴും എനിക്ക് പതിവായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു വലിയ ദാഹം.
ഈ ദാഹം എപ്പോഴും എന്നെ മതിച്ചുകൊണ്ടിരിക്കും. ഏത് സമയത്ത് ഓടി ദൈവസന്നിധിയിലേക്ക് പോകാനായിട്ടുള്ള വലിയ ദാഹമാണ്. കർത്താവിനോട് കൂടി ആയിരിക്കുന്നതിനേക്കാളും സന്തോഷമുള്ള വേറൊരു കാര്യവുമില്ല. നമ്മൾ ചിന്തിക്കണം. എല്ലാ വിശുദ്ധന്മാർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു ദാഹമാണ് പ്രിയമുള്ളവരെ. ആ ദാഹം നമ്മളെ ഭരിക്കണം. ഒരല്പസമയം കിട്ടിയാൽ, ഞാൻ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ എന്ന് പറഞ്ഞാൽ 1984 ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ ഇന്ന് വരെയും ഒരല്പസമയം കിട്ടിയാൽ ഉടനെ ഓടിപ്പോയി ദൈവസന്നിധിയിൽ ദൈവവചനവുമായിട്ടുള്ള ആ വചന പഠനത്തിലും പ്രാർത്ഥനയിലും കഴിക്കാനുള്ള വലിയ ദാഹം കൃപയാൽ കർത്താവ് എനിക്ക് നൽകിയിട്ടുണ്ട്. അല്പം പോലും സമയം വ്യർത്ഥമാക്കാറില്ല, നഷ്ടമാക്കാറില്ല. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ പ്രിയമുള്ളവരെ, നമുക്ക് ഈ ലോകയാത്രയിൽ എപ്പോഴും നമുക്ക് കർത്താവിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും നമ്മളിൽ വർദ്ധിക്കണം. അല്പസമയം കിട്ടിയാൽ, ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ എപ്പോഴും ഈ ബൈബിൾ എൻ്റെ കയ്യിലുണ്ടാവും. അല്പസമയം കിട്ടിയാൽ ഉടനെ ആ ബൈബിൾ എടുത്ത് തുറന്ന് വായിക്കുവാനും അത് ധ്യാനിക്കുവാനും ഇടയാകും. ഇത് എത്ര ആവശ്യമായ കാര്യമാണ്. അതൊക്കെ സ്വർഗത്തിലെ ദൈവം കാണുന്നു. അപ്പോൾ ഇവിടെ കോരകപുത്രന്മാരുടെ ഒരു വലിയ അനുഭവമായിരുന്നു. അവരെന്ത് ചെയ്തിരുന്നു? അവർ കർത്താവിൻ്റെ അന്നുണ്ടായിരുന്ന സമാഗമന കൂടാരത്തിൽ പ്രാകാരത്തിന്റെ ഒരു വാതിൽ കാവൽക്കാനായിരിക്കുന്നത് പോലും ഭാഗ്യമായി എണ്ണി. അവിടെ ആയിരിക്കുന്നതിനെ കുറിച്ച് പോലും അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇന്ന് നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാ. നമുക്ക് കൃപാസനത്തിനടുത്ത് ചെല്ലാനുള്ള കൃപ തന്നിരിക്കുക. എന്നിട്ട് നമുക്ക് ആ കൃപാസനത്തിനടുത്ത് വരാനുള്ള സന്തോഷമുണ്ടോ? വാഞ്ചയുണ്ടോ? അല്ലേ? കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ തിരശീല, മറശീലയല്ല, തിരശീല എന്ന് പറഞ്ഞാൽ വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്ന ആ ശീലയ്ക്ക് പറയുന്ന കാര്യമാണ് തിരശീല. മറ്റനേക മറശീലമുണ്ട്. ആ മറശീലയല്ല മാറിയത്, കീറിയത്, തിരശീല. ഇതിനു വേണ്ടിയാ നമുക്ക് ഡയറക്റ്റ് കൃപാസനത്തിനടുത്തില്ല. കാരണം രക്ഷിക്കപ്പെട്ട നമ്മളെല്ലാം രാജകീയ പുരോഹിതന്മാരാണ്. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ കൃപാസനത്തിനടുത്ത് ചെല്ലുവാനുള്ള വലിയ ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുക. എന്നിട്ട് ഈ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ, ഈ കൃപാസനത്തിനടുത്ത് ചെല്ലുവാൻ, ഈ കർത്താവിൽ നിന്നും കൃപ പ്രാപിക്കുവാൻ, ഈ കർത്താവിൻ്റെ സന്നിധിയിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതിനുവേണ്ടിയുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടോ? നമുക്ക് സ്വയം പരിശോധിക്കാം. അപ്പോൾ ആഗ്രഹിക്കേണ്ടതിൽ ഏറ്റവും വലിയൊരു കാര്യം ഇങ്ങനെയുള്ള ദൈവസന്നിധി ആഗ്രഹിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ നമുക്കുണ്ടായിരിക്കേണ്ട വലിയൊരു ആഗ്രഹത്തെക്കുറിച്ച് പത്രോസ് പറയുന്നുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം, 1-2 വാക്യം ഞാൻ ചേർത്ത് വായിക്കാം. 1 പത്രോസ് 2-ന്റെ 1-2 വാക്യം. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഉണ്ടോ? നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യമാണ്. എന്താഗ്രഹിക്കണം? ദൈവവചനം എന്ന പാല് കുടിക്കണം. അതെ, ഒരു കുഞ്ഞു കുട്ടിക്ക് ഏറ്റവും സമീകൃതമായ ആഹാരം അതിൻ്റെ അമ്മയുടെ മുലപ്പാലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ദൈവത്തിന്റെ വചനമെന്ന ആ പാല്, അതിൽ യാതൊരു അശുദ്ധിയുമില്ല, സമീകൃതമായ ഭോജനമാണ്. ഇത് നമ്മൾ കുടിക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വാഞ്ചിക്കണം, ആഗ്രഹിക്കണം. ആഗ്രഹമുണ്ടോ? ഞാൻ പലപ്പോഴും പലരോടും ചോദിക്കാറുണ്ട്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് എത്ര വർഷമായി? അപ്പൊ പറയും 10 വർഷമായി, 15 വർഷമായി, 20 വർഷമായി. നിങ്ങൾ ഈ ദൈവവചനം എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട്? അത് ചോദിച്ചാൽ പിന്നെ ഉത്തരം പറയാൻ അവർക്കൊരു വിമിഷ് പലർക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് കൃത്യനിഷ്ഠയോടുകൂടി ഈ ദൈവവചനം വായിച്ച് ധ്യാനിക്കാൻ കഴിയുന്നുണ്ടോ? ഈ വചനത്തിന് വേണ്ടിയുള്ള ദാഹവും വിശപ്പും നിങ്ങൾക്കുണ്ടോ? നമ്മൾ രക്ഷിക്കപ്പെട്ടവർ ഓരോ ദിവസവും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. അപ്പൊ ഇവിടെ രക്ഷയ്ക്കായി വളരുവാൻ എന്നാണ് നമ്മൾ വായിച്ചത്. രക്ഷിക്കപ്പെട്ടവർ എന്ത് ചെയ്യണം? ഈ രക്ഷയിൽ വളരണം. അല്ലെങ്കിൽ നമ്മുടെ ദേഹി രക്ഷയ്ക്ക് ഈ വചനം അത്യാവശ്യമാണ്. വചനം കൂടാതെ ദേഹിരക്ഷ നടക്കുകയില്ല കേട്ടോ. ഈ വചനം നമ്മൾ വായിച്ച് ധ്യാനിച്ച് അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ഓരോ ദിവസവും ദേഹി രക്ഷയിൽ വളരുവാൻ കഴിയുന്നത്. രക്ഷിക്കപ്പെട്ട നാം ഓരോ ദിവസവും രക്ഷിക്കപ്പെടണം.
പിന്നെ നാം രക്ഷിക്കപ്പെടും കർത്താവിൻ്റെ വരവിൽ. അത് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാണ്. അപ്പോൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും ഉണ്ടോ? ഈ വചനത്തിന് നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ഇയ്യോബ് ഇത്രമാത്രം ഭക്തിയുള്ള ജീവിതം നയിക്കാനായിട്ടുള്ള മെയിൻ കാരണം ഇയ്യോബ് 23:12 ഇയ്യോബ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ആഹാരത്തെക്കാളും ദൈവവചനത്തെ ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കുക, ദൈവവചനത്തിന് താൻ പ്രിയം കൊടുത്തു. പ്രിയമുള്ളവരെ, ഇന്ന് അനേകരുടെയും ജീവിതത്തിൽ, വിശുദ്ധ ജീവിതത്തിൽ വളരാൻ കഴിയാത്തത്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന, ദൈവത്തിന് പ്രയോജനമുള്ളൊരു വ്യക്തിയായി തീരാൻ കഴിയാത്തത് ദൈവവചനത്തിന് വേണ്ടിയുള്ള വിശപ്പില്ലാത്തതുകൊണ്ടാണ്. ഇരമ്യാവ് 15:16 ഇരമ്യാവ് പറയുന്നത്, ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ഇത് ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും. എങ്ങുമില്ലാത്ത വലിയൊരു ആനന്ദം, ഉള്ളൊരു കൊള്ള കണ്ടു കിട്ടിയ ആനന്ദമല്ലേ പ്രിയമുള്ളവരെ നമ്മൾ ഈ വചനം കേൾക്കുകയും വചനം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നത്? അപ്പോൾ ഒരു യഥാർത്ഥ ഭക്തന്, ഒരു യഥാർത്ഥ വീണ്ടും ജനിച്ച ദൈവവചനം ഉണ്ടാകേണ്ട രണ്ടാമത്തെ ആഗ്രഹം, വാഞ്ച, അത് ദൈവവചനത്തിന് വേണ്ടിയുള്ള വാഞ്ചയാണ്. ദൈവവചനം കേൾക്കുവാനും ദൈവവചനം വായിക്കുവാനും അത് ധ്യാനിക്കുവാനുമുള്ള വാഞ്ച നമുക്കുണ്ടായിരിക്കണം. മൂന്നാമത്തെ വാഞ്ചയെക്കുറിച്ച് ഞാനിവിടെ പറയാം. നമ്മൾ രക്ഷിക്കപ്പെട്ട നമുക്ക് മറ്റുള്ളവരുടെ രക്ഷയെക്കുറിച്ചൊരു വാഞ്ച ഉണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം? മറ്റുള്ളവരുടെ രക്ഷയെക്കുറിച്ച്. പൗലോസ് ആ കാര്യം പറയുന്നത് റോമാലേഖനം 10:1 സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. കണ്ടോ? അപ്പോ തന്റെ ജാതിക്കാരായ തന്റെ ജനം, അല്ലെങ്കിൽ യഹൂദന്മാർ, അവരെല്ലാവരും രക്ഷിക്കപ്പെടണമല്ലോ എന്നുള്ള ഒരു വാഞ്ച, അങ്ങനെ ഒരു ഹൃദയത്തിൽ വാഞ്ച നമുക്കുണ്ടായിട്ടുണ്ടോ? എൻ്റെ കുടുംബക്കാര്, എൻ്റെ ബന്ധുക്കള്, എൻ്റെ നാട്ടുകാര്, എൻ്റെ വീട്ടുകാര്, എൻ്റെ ദേശക്കാര്, അവരെല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുള്ള ഒരു ആത്മഭാരം നമുക്കുണ്ടോ? കാരണം ആ രക്ഷയുടെ ദൂത് നമ്മുടെ കയ്യിലല്ലേ. അത് നമുക്ക് പറയുവാനും അവരിലേക്ക് പകർന്നു കൊടുക്കുവാനും അങ്ങനെ ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടോ? അതേ പ്രിയമുള്ളവരെ, നശിച്ചു പോകുന്ന ഓരോ ആത്മാക്കളെയും കർത്താവിന് വേണ്ടി നേടുവാനുള്ള വലിയൊരു വാഞ്ച, ഹൃദയഭാരം, ഒരു ആഗ്രഹം നമ്മളെ ഭരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയും. ഇന്ന് അനേർക്കും അങ്ങനെയുള്ള ആഗ്രഹമൊന്നുമില്ല. എവിടെങ്കിലും രക്ഷിക്കപ്പെടട്ടെ, അതൊക്കെ ദൈവം ചെയ്ത് നോക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവര് എല്ലാം ദൈവത്തിനാണ് വിട്ടേക്കുക. എൻ്റെ പ്രിയ സഹോദര സഹോദരി, നമ്മളെ ദൈവം എന്തിനാ വിളിച്ചേ? നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതെന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതെന്ന് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നമ്മൾ പോയി ഫലം കായ്ക്കണം. നമ്മൾ പോയി ലോകത്തിന്റെ അറ്റത്തോളം പോയി നമ്മൾ ഈ സുവിശേഷം അറിയിക്കണം. ഈ രക്ഷയുടെ ദൂത് അറിയിക്കണം. എല്ലാവരും രക്ഷിക്കപ്പെടണം. ഇത് നമ്മുടെ ആഗ്രഹമാണോ? ഇത് നമ്മുടെ സ്വർഗീയ പിതാവിന്റെ നമ്മെക്കുറിച്ചുള്ള ആഗ്രഹമാണ്. എന്നാൽ ഇത് ആ ആഗ്രഹം നമുക്ക് അങ്ങനെ ഉള്ളിലുണ്ടോ? ഇവിടെ പൗലോസ്ലീഹായുടെ ആഗ്രഹം എല്ലാവരും, മറ്റുള്ളവരും രക്ഷിക്കപ്പെടണമെന്നുള്ള ആ ഒരു വലിയ വാഞ്ചയിൽ താൻ ഓടുക. അതുകൊണ്ടാണ് റോമർ 1:15 പറയുന്നത്, ഞാൻ സുവിശേഷം പറയാൻ ഒരുങ്ങിയിരിക്കുന്നു. അതിനെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എത്ര ധൈര്യമുള്ള കാര്യം, എത്ര ആനന്ദകരമായ കാര്യം, എത്ര നല്ലൊരു മാതൃക. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണോ പ്രിയമുള്ളവരെ? മറ്റുള്ളവർ രക്ഷിക്കപ്പെടണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടോ? ആ ഒരു ഭാരം നമ്മളെ ഭരിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കണം. നാലാമത്തെ കാര്യം ഇവിടെ നമ്മൾ വാഞ്ചിക്കേണ്ട, ആഗ്രഹിക്കേണ്ട ഒരു കാര്യം 2 കൊരിന്ത്യർ 12 അതിന്റെ 10 പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്. അത് താൻ പറയുന്നത് ഞാൻ വായിക്കാം. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു. എന്തൊക്കെയാ ആഗ്രഹിക്കുന്നത്? നോക്കിക്കേ. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം. നോക്കണേ, ഏത് ഭക്തനാ ഇതൊക്കെ ആഗ്രഹിക്കുന്നേ? ഉപദ്രവം ഏൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കഷ്ടം സഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കുക. ബുദ്ധിമുട്ട്, കയ്യേറ്റം, ബലഹീനനാകാൻ, ഞെരുക്കത്തിലായിരിക്കാൻ, ഉപദ്രവം ഉണ്ടാകാൻ. അയ്യോ,
ഇന്നത്തെ കാലത്തെ ഭക്തന്മാർ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഇതിനേക്കാൾ വലിയ മണ്ടത്തരം വല്ലതും ഉണ്ടോ? എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടിയാണ്, അവിടുത്തെ നാമമഹത്വത്തിന് വേണ്ടിയാണ് നമ്മൾ ചിന്തിക്കണം. 1 തെസ്സലോനിക്കർ 3:3 വായിക്കുന്നത് നാം കഷ്ടം അനുഭവിക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇത് നമ്മൾ ആ നിയമനമൊക്കെ മറന്നുപോയി. നമുക്ക് ആർക്കും ഒന്നും കഷ്ടമൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഉപദ്രവിക്കപ്പെടും, നമ്മൾ നിന്ദിക്കപ്പെടും, നമുക്ക് പട്ടിണി കിടക്കേണ്ടി വരും, അനേക നിലയിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാവും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി എന്തെങ്കിലും ഉപദ്രവം സഹിച്ച ഒരു ഓർമ്മ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നിങ്ങൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടോ പ്രിയമുള്ളവരെ? രക്ഷിക്കപ്പെട്ട ഒരു ഭക്തൻ ഉണ്ടായിരിക്കേണ്ട ആഗ്രഹമായി പറഞ്ഞിരിക്കുന്നേ. ഇതാർക്കും ഇതൊന്നും പിടിക്കുകയില്ല. ഇന്നത്തെ തലമുറയ്ക്ക് ഇത് ഒട്ടും പിടിക്കുകയില്ല. നമ്മൾ ചിന്തിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി ആ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം സഹിക്കാനുള്ള ഇഷ്ടമുണ്ടോ? ഒന്നുമില്ല. അതല്ലേ സത്യം? അതല്ലേ സത്യം? ഇതിൽ ഏതെങ്കിലും ഒന്ന് സഹിക്കാനുള്ള ആഗ്രഹം, ഒരു സന്തോഷത്തോടെ പറഞ്ഞേ. എന്റെ മറ്റേ പറഞ്ഞു കൊടുക്കുന്നവൻ മഹാമണ്ഡൻ. അതുകൊണ്ടാണ് ഈ കൊരിന്ത്യര് ഈ പൗലോസിന് നല്ല ബോധമൊന്നും ഇല്ലായിരുന്നു പറയാൻ കാരണം. സ്വർഗീയ ദർശനം 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവനാ. നമ്മൾ മനസ്സിലാക്കണം. ഇതാ നമുക്ക് ആ ശരിക്കുള്ള ഒരു ദർശനം, ആ വിളി ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ വാഞ്ചിക്കേണ്ട, ആഗ്രഹിക്കേണ്ട കാര്യങ്ങൾ നമ്മളിവിടെ കാണുകയാണ്. 5-ാമത്തെ കാര്യം പൗലോസ് പറയുന്നത്, പ്രിയമുള്ളവരെ, ഇതൊക്കെയാ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കേണ്ടത് കേട്ടോ. ഫിലിപ്പിയർ 1:23 വാക്യം. അതെന്താണ് വായിക്കുന്നേ? ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. അത് അത്യുത്തമമല്ലോ. നോക്കുക പ്രിയമുള്ളവരെ, ഇത് പറഞ്ഞാൽ ഏത് സമയത്തും കർത്താവിന് വേണ്ടി മരിച്ച് കർത്താവിനോടുകൂടി ആയിരിക്കാനുള്ള ആ വലിയ വാഞ്ച. ഇന്ന് അനേകരും ചെറിയൊരു അസുഖം വന്നാൽ നല്ല ഡോക്ടറെ അന്വേഷിക്കുന്നത്. കാരണം അസുഖം മൂത്തങ്ങാനും പെട്ടെന്ന് ചത്തെങ്കിലോ. മരണത്തെ ഭയപ്പെടുന്ന ജനം. ഇവിടെ മരണം എന്നുള്ളത് നമുക്കൊരു വലിയ പ്രമോഷനാണ്. നമ്മുടെ അപ്പന്റെ ഭവനത്തിൽ എത്തിച്ചേരാനുള്ള യാത്രയുടെ വെറും ഒരു വാതിൽ മാത്രം. നമ്മൾ ചിന്തിക്കണം. ഒരു ദൈവഭക്തനായ മനുഷ്യനെ സംബന്ധിച്ചോളം ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ സന്തോഷപ്രദമായ കാര്യം എന്താ ഉള്ളത്? നമ്മൾ കർത്താവിലാണെങ്കിലല്ലേ കർത്താവിൽ മരിക്കുകയുള്ളൂ. അപ്പൊ കർത്താവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഈ ലോകം വിട്ട് കർത്താവിനോടുകൂടെ ആയിരിക്കുന്നതാണ് ഏറ്റവും അത്യുത്തമം. അതാ വാഞ്ചിക്കണ്ടേ. ഏത് സമയത്തും അതിന് നമുക്ക് ആത്മഹത്യ ചെയ്യാനോ എങ്ങനെയെങ്കിലും മരിക്കുകയല്ല, കർത്താവിന് വേണ്ടി മരിക്കുക, കർത്താവിൽ മരിക്കുക. എത്രയൊരു കാര്യമാണ്. നമ്മൾ കർത്താവിൽ വിശ്വസിച്ച് പാപത്തിന് മരിച്ച് ക്രിസ്തുവിന് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഞാൻ കർത്താവിനോട് കൂടെ ആയിരിക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതെന്നെ സംബന്ധിച്ചിടത്തോളം അത്യുത്തമമല്ലോ, അത്യുത്തമമല്ലോ. എത്ര വലിയ കാര്യമാണ്. നമുക്കത് പറയാൻ കഴിയുമോ? അതാണ് നമ്മൾ വാഞ്ചിക്കേണ്ടത്. എനിക്ക് എത്രയും വേഗം എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിയാൽ മതി, ഏത് നിലയിലും. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ക്ഷീണിച്ചിട്ടോ മടുത്തിട്ടോ നിരാശരായിട്ടോ അല്ല, സന്തോഷത്തോടുള്ള കാര്യമാണ്. നിങ്ങൾ നിമിത്തം ഈ ലോകത്തിലായിരിക്കുന്നത് അത് ആവശ്യമെങ്കിൽ ദൈവം തരുന്ന ആയുസ് ജീവിക്കാം. എന്നാൽ എനിക്ക് അതിനേക്കാളും വലുത് എൻ്റെ കർത്താവിനോട് കൂടി അവിടെ ആയിരിക്കുന്നതാണ്. അതാണ് എൻ്റെ ഹൃദയ വാഞ്ച എന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? എത്രയും വേഗം എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തേണ്ടതാണ്. ആ വാഞ്ചയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? അതാ നമ്മൾ പരിശോധിക്കേണ്ടത്. വളരെ വലിയൊരു കാര്യമാണ്. 6-ാമത്തെ ഒരു കാര്യം പറഞ്ഞ് ഞാനത് അവസാനിപ്പിച്ചേക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് ഞാനിപ്പോൾ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. അത്
കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് എന്നാ അറിയാമോ? നമുക്ക് ലഭിക്കാനുള്ള ആ സ്വർഗീയ ശരീരത്തെക്കുറിച്ചാണ്. സ്വർഗീയ ശരീരം, തേജസ്സുള്ള ശരീരം, രോഗമേൽക്കാത്ത, മരണം സംഭവിക്കാത്ത, മറ്റൊന്നിനും വേദന നൽകുവാൻ കഴിയാത്ത അനുഗ്രഹീതമായ ഒരു ശരീരം. എത്ര വലിയ കാര്യമാണ്! അതിനെക്കുറിച്ച് പത്രോസ് പറയുന്നുണ്ട്. പത്രോസ് തന്റെ ജീവിതത്തിൽ 2 പത്രോസ് അതിന്റെ 1-ാം അധ്യായം, 2 പത്രോസ് അതിന്റെ 1-ാം അധ്യായം അതിന്റെ 13 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എന്റെ കൂടാരം അഴിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു. അപ്പോൾ എന്റെ കൂടാരം അഴിഞ്ഞു പോകാൻ, അല്ലെങ്കിൽ ഈ ശരീരത്തിൽ തന്റെ ജീവിതം അവസാനിക്കാറായിരിക്കുന്നു എന്ന് പത്രോസ് പറയുക. അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കാൻ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു. നോക്കണം, അത് എന്റെ നിര്യാണത്തിന്റെ ശേഷം എപ്പോഴും ഓർത്തു കൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. എത്ര നല്ലൊരു ആഗ്രഹം അല്ലേ! നമ്മൾ ഈ ശരീരത്തിലായിരിക്കുമ്പോൾ നമ്മൾ എന്താ ആഗ്രഹിക്കേണ്ടത്? ഒന്ന്, നമുക്ക് ലഭിക്കാനിരിക്കുന്ന ഭാവിയിൽ കർത്താവ് കരുതിയിരിക്കുന്ന ആ നല്ലൊന്നാന്തരം ഭവനം, ആ ശ്രേഷ്ഠമായ മഹനീയമായ ബലഹീനതയില്ലാത്ത മഹത്വമുള്ള ശരീരം, അവനെ താൻ ആയിരിക്കുന്ന പോലെ കണ്ടുകൊണ്ട് കർത്താവിനോടുകൂടെ കഴിക്കുന്ന ഒരു ജീവിതം എത്ര വിലപ്പെട്ട കാര്യമാണ്. ആ ശരീരം ലഭിക്കുവാൻ, ആ മഹത്വപൂർണമായ ശരീരം ലഭിക്കുവാൻ, ബലഹീനതയില്ലാത്ത, കഷ്ടതയില്ലാത്ത, വേദനയില്ലാത്ത ആ ഒരു നല്ല അനുഗ്രഹീതമായ ശരീരം, തേജസ്സുള്ള ശരീരം, മനസ്സിന്റെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ശരീരം, എവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു അവിടെ ഉടനെ എത്തിക്കുന്ന ശരീരം. നമ്മുടെ ഭാവനയ്ക്കൊക്കെ അപ്പുറമല്ലേ പ്രിയമുള്ളവരെ? കണ്ണുമീക്കുന്നതിൽ രൂപാന്തരം പ്രാപിച്ച് കർത്താവിന്റെ വരവിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ആ ശരീരത്തെക്കുറിച്ച് ഇവിടെ പൗലോസ് ആഗ്രഹിക്കുക. എത്ര വലിയ കാര്യമാണ്! നമ്മുടെ ജീവിതത്തിൽ ആ ആഗ്രഹമുണ്ടോ? കർത്താവ് വന്ന് ആ മഹത്വപൂർണമായ ശരീരം, കർത്താവ് ഒരുക്കിയിരിക്കുന്ന നമുക്കുള്ള ആ ശരീരം, ആ തേജസ്സിന്റെ ശരീരം എത്ര വിലപ്പെട്ട കാര്യമാണ്! എല്ലാ വിശുദ്ധന്മാർക്കും ലഭിക്കും. നമ്മളെല്ലാവരും ആ മഹത്വപൂർണമായ ഒരു ശരീരത്തിൽ, ആ ശരീരം പിന്നെ നമുക്ക് മാറണ്ട. ഇന്ന് കാണുന്ന കെട്ടിടമൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും പുതുക്കണം, അല്ലേ? ഈ ശരീരത്തിന്റെ തന്നെ അനേക പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? എന്നാൽ ഒരിക്കലും ഒരു മെയിൻ്റനൻസ് ആവശ്യമില്ലാത്ത നിലയിലുള്ള ഒരു നല്ല കൂടാരമെന്ന അനുഗ്രഹീതമായ ഒരു ശരീരം നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. അത് കർത്താവിന്റെ വരവിൽ നമുക്ക് ലഭിക്കും. കർത്താവിന്റെ വരവിൽ നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം തേജസ്സുള്ള ശരീരമായി മാറപ്പെടാൻ പോകുകയാണ്. അങ്ങനെ ഒരു കൂടാരം നമുക്ക് ലഭിക്കാൻ പോകുകയാണ്. ഈ വാഞ്ച തന്നെ മരിച്ചു. എത്ര വലിയ കാര്യമാണ്! അപ്പോൾ ഞാനിവിടെ 6 കാര്യങ്ങൾ മാത്രമാണ് ഓർപ്പിച്ചത്. അത് പെട്ടെന്ന് ഒരിക്കൽ കൂടി പറയാം. ഒന്ന്, കർത്താവിന്റെ ആ സാന്നിധ്യമോ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പ്രാകാരങ്ങളെ വാഞ്ചിക്കുന്ന, മോഹിക്കുന്ന ഒരനുഭവം. പഴയ നിയമത്തിൽ പ്രാകാരമാണെങ്കിൽ ഇന്ന് നമുക്ക് ദൈവത്തിന്റെ കൃപാസനത്തിനടുത്തായിരിക്കുന്ന അനുഭവം, കർത്താവിന്റെ ഭവനത്തിലായിരിക്കുന്ന, കർത്താവിന്റെ സാന്നിധ്യത്തിലായിരിക്കുന്ന അനുഭവം, അതിനുള്ള വാഞ്ച നമ്മളെ ഭരിക്കുന്നുണ്ടോ? 2, ദൈവവചനത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും നമ്മളെ ഭരിക്കുന്നുണ്ടോ? അതിനുവേണ്ടിയുള്ള ഒരു ആഗ്രഹം നമ്മളെ ഭരിക്കുന്നുണ്ടോ? ആ ഒരു വാഞ്ച രക്ഷിക്കപ്പെട്ട ദൈവമക്കളിൽ കാണണം. 3, നമ്മൾ കണ്ടത് മറ്റുള്ളവർ രക്ഷിക്കപ്പെടണം. നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വർഗീയ സന്തോഷവും സമാധാനവും ഈ പ്രത്യാശയൊക്കെ മറ്റുള്ളവർക്ക് ലഭിക്കണമെന്നുള്ള ആ വലിയൊരു ആത്മദാഹം നമ്മളെ ഭരിക്കണം. 4, നമ്മൾ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ, അത് നമ്മൾ മറക്കരുത് പ്രിയമുള്ളവരെ. ഈ ചെറിയൊരു ആയുസ്സിൽ മാത്രമേ ഉള്ളൂ കഴിയൂ. നമുക്ക് കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ നമ്മൾ ആഗ്രഹിച്ചാലും നടക്കുകയില്ല. എന്നാൽ ഇന്ന് കഷ്ടം സഹിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിനെ സാക്ഷ്യം വഹിച്ചാൽ മതി. അപ്പൊ ഇതെല്ലാം ഈ വന്നോളൂ. സൂക്ഷിക്കുക.
അഞ്ചാമത്തെ കാര്യം, നമുക്ക് കർത്താവിനോട് കൂടെ ഈ ശരീരം വിട്ട് കർത്താവിനോടുകൂടെ യുഗാനുയുഗം അങ്ങനെ ആയിരിക്കാനായിട്ടുള്ള അത് അത്യുത്തമമാണ്, ഏറ്റവും നല്ലതാണ്. ആ വാഞ്ച നമ്മളെ ഭരിക്കുന്നുണ്ടോ? ആറാമത്തെ കാര്യം, നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ആ മഹത്വമുള്ള ശരീരം അത് പ്രാപിക്കുവാൻ അതിനുള്ള വാഞ്ച നമ്മളെ ഭരിക്കുന്നുണ്ടോ? ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ നിലയിലുള്ള ഒരു ജീവിതം ആ വ്യക്തിയിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു ജീവിതം നയിച്ചുകൊണ്ട് ഈ വാഞ്ചയുള്ളവരായി കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഈ വചനങ്ങളാൽ വചനം കേൾപ്പിക്കാനായി നിങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.